പുതിയൊരു കൺസെപ്റ്റ്. എന്താണ് റിസർവ് ട്രാൻഷൻ? റിസർവ് ട്രാൻഷൻ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു സൗറിൻ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് IMF-ലെ മെമ്പർ ആവണമെങ്കിൽ IMF-ലേക്ക് എന്ത് കൊടുക്കണം? സർട്ടൻ ക്വാട്ട പ്രൊവൈഡ് ചെയ്യണം അല്ലെ? ക്വാട്ട എന്ന് പറയുമ്പോൾ അവർ കുറച്ച് പൈസ അങ്ങോട്ടേക്ക് അടയ്ക്കണം. അപ്പോൾ പൈസ അടയ്ക്കുന്നത്, ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യം IMF-ലേക്ക് അടയ്ക്കേണ്ട പൈസ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കേസിലെടുത്തോ ഒരു 100 മില്യൺ ഇന്ത്യൻ റുപ്യ എന്ന് വിചാരിക്കുക. സിമ്പിളാക്കി പറയുന്നു, രൂപയിലും നല്ല അടക്കിയ ഡോളറിലായിരിക്കൂടാ. ഒരു 100 മില്യൺ ഇന്ത്യൻ രൂപയാണ് അടക്കേണ്ടതെന്ന് വിചാരിക്കുക ക്വാട്ടയായിട്ട്. പലപ്പോഴും ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ 100 മില്യൺ വരെ കുറച്ച് കൂടുതൽ IMF-ലേക്ക് അടച്ചു വെക്കും. എത്ര? 120 മില്യൺ അടച്ചു വെക്കും. എന്തായിരിക്കും കാരണം? എന്തേലും ഒരു എമർജൻസി ഇന്ത്യക്ക് വരുന്ന സമയത്ത് ആ 100 അവിടെ നിർത്തി ബാക്കി 20 ഇങ്ങോട്ട് വിഡ്രോ ചെയ്യാൻ. ആ വിഡ്രോ ചെയ്യുന്ന ആ 20 മില്യൺ വിളിക്കുന്ന പേരാണ് റിസർവ് ട്രാൻഷൻ. IMF-ല് ഓരോ രാജ്യങ്ങളും അവരുടെ ക്വാട്ട എത്രയാണോ അതിനേക്കാളും കുറച്ചും കൂടി ഹയർ പേയ്മെന്റ് IMF-ലേക്ക് നടത്തും. IMF-ലേക്ക് നടത്തുന്നത് എപ്പോഴും മനസ്സിലാക്കുക, ഫോറിൻ കറൻസിയിലായിരിക്കും, ഡൊമസ്റ്റിക് കറൻസിയിലല്ല. മോസ്റ്റ്ലി ഇൻ ഡോളറിലായിരിക്കും അവർ പേയ്മെന്റ് കൊടുക്കുക. അപ്പൊ ഡോളറിൽ കുറച്ച് ഹയർ പേയ്മെന്റ് IMF-ൽ വെച്ചാലുള്ള ഗുണം എന്താ? നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ BOP ഡെഫിസിറ്റ്, എന്താ BOP ഡെഫിസിറ്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് വരാണെങ്കിൽ പ്രത്യേകിച്ച് ബഹളമൊന്നും ഇല്ലാതെ കുറച്ച് ഡോളർ ഇങ്ങോട്ട് പിൻവലിച്ചിട്ട് വരാം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കൊടുക്കേണ്ട ക്വാട്ടയ്ക്ക് മുകളിലുള്ളതല്ലേ, മുകളിലുള്ള എമൗണ്ട് ആയതുകൊണ്ട് IMF എന്ത് പറയും? കൊണ്ടുവെക്കോ, ഒരു പ്രശ്നമില്ല, ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. ഇനി നിങ്ങളുടെ കോട്ടയ്ക്ക് താഴേക്ക് നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ എന്ത് ചെയ്യും? IMF അത് അലൗ ചെയ്യില്ല. അപ്പൊ IMF എന്ത് ചെയ്യും? നിങ്ങളുടെ കോട്ട 100 മില്യൺ ആണെങ്കിൽ ആ 100 മില്യണിൽ നിന്ന് ഞങ്ങൾ പൈസ എടുക്കാൻ സമ്മതിക്കില്ല. ഇനി നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ വി വിൽ പ്രൊവൈഡ് യു ലോൺ. വി വിൽ പ്രൊവൈഡ് യു ലോൺ. ലോൺ IMF കൊടുത്തോ, ദേ വിൽ കം വിത്ത് കണ്ടീഷൻസ്. ഇപ്പൊ റിസർവ് ട്രാൻഷൻ എന്ന് പറയുന്നത് IMF-ല് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ക്വാട്ട അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കി പൈസ ഇങ്ങോട്ട് എടുക്കുന്നതാണ് റിസർവ് ട്രാൻഷൻ. റിസർവ് ട്രാൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മണി എക്സസ് വെച്ചത് റിട്രീവ് ചെയ്യുന്നതായതുകൊണ്ട് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഫ്രം IMF പാർട്ട്. മറിച്ച് IMF-ൽ നിന്ന് ഒരു ലോൺ എടുക്കുകയാണെങ്കിലോ ഇറ്റ് വിൽ ഓൾവേസ് കംസ് വിത്ത് റെസ്ട്രിക്ഷൻ. ഇന്ത്യക്ക് കൊണ്ടുവന്ന റെസ്ട്രിക്ഷൻ ആണ് എന്ത്? LPG റിഫോം. 2022-ല് ശ്രീലങ്കയും IMF-ൽ നിന്ന് ലോൺ എടുത്തു. ശ്രീലങ്കയ്ക്ക് മുകളിൽ കണ്ടീഷൻ വെച്ചു. എന്താ? ശ്രീലങ്ക ഹാസ് ടു ഓപ്പൺ ദെയർ എക്കണോമി. ഓൾറെഡി അവിടെ LPG ഒക്കെ ഉണ്ട്, ഒന്നും കൂടി അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് IMF കണ്ടീഷൻ പറഞ്ഞു. സോ റിസർവ് ട്രാൻഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പോയിന്റ് ആണ്. ഒരു കൺട്രി അവരുടെ ക്വാട്ടയ്ക്ക് മുകളിലായി IMF-ൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റോ അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ഡോളർ കൊടുക്കാൻ വരാത്ത, കയ്യിലില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ദേ വിൽ വിഡ്രോ ആൻഡ് യൂസ് ഇറ്റ്, which is called reserve transaction. വായിച്ചോളൂ. which is called reserve transaction. That extra amount അവര് ക്വാട്ട റിട്രീവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ക്വാട്ട എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിന് ഫിക്സഡ് ആണ്. അത് റിട്രീവ് ചെയ്താലുള്ള പ്രശ്നം പറയാം, ഈ ക്വാട്ടനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ രാജ്യങ്ങളുടെ വോട്ടിംഗ് റൈറ്റ്സ്. ഓരോ രാജ്യത്തിന്റെ ക്വാട്ട എത്രയാണോ, ഇന്ത്യയുടെ കേസിൽ ഞാൻ കാണിക്കാം IMF-ന്റെ സ്ലൈഡിൽ 2.68% ആണ് ഇന്ത്യയുടെ ക്വാട്ട. അപ്പൊ നമ്മുടെ ക്വാട്ടയിൽ നിന്ന് പൈസ എടുത്തതിന് ഇന്ത്യയുടെ വോട്ടിംഗ് ഷെയറിനെ ബാധിക്കില്ലേ? അപ്പൊ തോന്നുന്ന സമയത്ത് ഇങ്ങനെ വോട്ടിംഗ് ഷെയർ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ദാറ്റ്സ് വൈ ക്വാട്ട കനോട്ട് ബി ടച്ച്. പൈസ വേണമെങ്കിൽ IMF ലോൺ തരാം, മനസ്സിലായോ? വീണ്ടും പൈസ വേണമെങ്കിൽ വി വിൽ പ്രൊവൈഡ് യു വിത്ത് ലോൺ അറ്റ് കൺസെഷണൽ റേറ്റ്, ബട്ട് യു ഹാവ് ടു ബ്രിങ് റീഫോംസ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ജസ്റ്റ് വായിക്കാം കേട്ടോ. റിസർവ് ട്രാൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രശ്നം വന്നാൽ എടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ കുറച്ച് പൈസ IMF-ന്റെ കൊടുത്തിട്ടുണ്ട്, അതിനെയാണ് റിസർവ് ട്രാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഡിസ്കഷനിലേക്ക് കടക്കാം. നമ്മൾ ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് 3 ഇൻസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. നമ്മൾ ഇത് ഇന്ന് തീർക്കും. എന്തിലേക്ക് കടക്കും? മെയിൻസ് ഡിസ്കഷനിലേക്ക് നമ്മൾ കയറൂടാ. ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, വീണ്ടും പറയുന്നു 3 ഞാൻ എടുക്കുന്നുള്ളൂ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ സൈഡിൽ പേരിടാം. ഇതൊക്കെ നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ എക്കണോമിയുടെ കറന്റ് അഫയേഴ്സിൽ അത് വരും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ കറന്റ് അഫയേഴ്സിൽ വരും. വേറെ എക്സ്ട്രാ നിങ്ങൾ വായിക്കേണ്ടത് G20, G7, OECD, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്,
ബ്രിക്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ ബ്രിക്സിന്റെ ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസിങ് ബാങ്ക്. പിന്നെ അതേപോലെ വേറൊരാളുണ്ടല്ലോ, G20, OECD, G7, FDB, ബ്രിക്സ്, ADB, IFB. ഇത്രയൊക്കെ മതിയാവും. ഇതൊക്കെയാണ് വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. പിന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എടുക്കാൻ തുടങ്ങി, പിന്നെ ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ തൽക്കാലം ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക, നിങ്ങളൊന്ന് വായിച്ചു വെക്കണം. ഇതല്ല ഞാൻ എടുക്കാത്തത്, ഇതിൽ നിന്ന് ചോദ്യം വരണമെന്ന് നിർബന്ധമില്ല. കാരണം ആ വർഷം അതൊരു ഇമ്പോർട്ടന്റ് കറന്റ് അഫയർ ഡിസ്കഷൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഡിസ്കഷൻ ആണെങ്കിൽ മാത്രമാണ് അതിനെക്കുറിച്ച് ചോദ്യം വരാറുള്ളൂ. ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസിങ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, വിച്ച് ഈസ് ഓൾവേസ് റെലവൻറ്റ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്, IMF ആൻഡ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഈ 3 ആളുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വി വിൽ സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ വിത്ത് ദീസ് 2 ഗ്രൂപ്പ്സ്. വേൾഡ് ബാങ്കിനും IMF-നെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രിട്ടൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഡിസ്കഷൻ. ബ്രിട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വരാനുള്ള കാരണം അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം, ഫസ്റ്റ് വേൾഡ് വാർ നടന്നു, സെക്കൻഡ് വേൾഡ് വാർ നടന്നു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്തിലെ മിക്കവാറും, ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും നിങ്ങൾ ഇമ്പാക്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വരുമ്പോൾ കൂടുതൽ രാജ്യങ്ങൾ അതിന്റെ പാർട്ടായിരുന്നു, കൂടുതൽ ഡ്യൂറേഷനിലേക്ക് നടന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എൻറ്റയർ ഗ്ലോബൽ എക്കണോമി എന്തുണ്ടായി? ഷാറ്റേർഡായി. ആ കൂടി വലിയ പ്രശ്നം വരാത്തത് USA മാത്രം. കാരണം USA നേരിട്ട് പലതിലും പങ്കെടുത്തിട്ടില്ല, ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് പൈസ കൊടുത്തു, എങ്ങനെ ലോണ് കൊടുക്കുകയാണ് ചെയ്തത്. ബ്രിട്ടനിന് USA സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് കൊടുത്ത ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞത് 1998-ലാണ്. അപ്പൊ അത്രയും ലോങ്ങർ ഡ്യൂറേഷനിൽ USA പ്രോഗ്രസ് ഉണ്ടാവും, ലോണ് അതിന്റെ പ്രിൻസിപ്പിള് ക്യാപിറ്റലൊക്കെ കിട്ടിയതുകൊണ്ട്. ബാക്കി മിക്കവാറും എല്ലാ രാജ്യങ്ങളും പോസ്റ്റ് വേൾഡ് വാർ ദർ വാസ് ഇൻ എക്കണോമിക് ടർമോയിൽ. വേൾഡ് വാർ 2 ആണ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടാനുള്ള ഒരു കാരണവും അത് തന്നെയായിരുന്നു. നിങ്ങൾ മോഡേൺ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ കാണും, എന്താണ് പോസ്റ്റ് വേൾഡ് വാർ 2 ബ്രിട്ടന്റെ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഗ്ലോബൽ ഹെജിമണി അല്ലെങ്കിൽ പവർ വല്ലാതെ കുറഞ്ഞു. ആ പവർ കുറഞ്ഞതാണ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്ന്. ഓക്കെ അല്ലേ? ഇപ്പൊ പോസ്റ്റ് വേൾഡ് വാർ എന്ത് വേണം? ലോകരാജ്യങ്ങളുടെ എക്കണോമി ഒക്കെ റീകൺസ്ട്രക്ട് ചെയ്യണം. റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നത് USA ബ്രിട്ടൻ വുഡ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ്. ആ ഡിസ്കഷന്റെ ഭാഗമായി 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വന്നു. 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രിട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ 1 ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഓർ IMF. സെക്കൻഡ് വൺ, നമ്മൾ ഈ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓർഗനൈസേഷൻ അല്ല, ഇറ്റ് ഈസ് 5 ഓർഗനൈസേഷൻ. നമ്മൾ അതിനെ ജനറലി വിളിക്കുക വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്സ് എന്ന് പറയും. അതിനെ ജനറലി 5 എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് IBRD. എന്താണ്? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ക്ലിയർ അല്ലേ? The conference was held in 1944. Let's move to IMF. ജസ്റ്റ് കുറെ റാൻഡം പോയിന്റ്സ് ആണ് കേട്ടോ. ഇതിൽ എനിക്കിപ്പോ കൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞു തരാനൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഈ പോയിന്റ്സ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നു മാത്രം. IMF-ലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 190 മെമ്പേഴ്സ്. IMF ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC. അപ്പൊ ഈ ഒരു ഡിസ്കഷന്റെ നേച്ചറിൽ നിന്ന് തന്നെ മനസ്സിലാവും, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ടാണ് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ എടുക്കാത്തത്. നിങ്ങളൊന്ന് വായിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി IMF-ലെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നതാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സ്. ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ എന്തുണ്ടാവും? എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ റെപ്രസെന്റേഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഡിസിഷൻസ് എടുക്കുക വോട്ടിംഗ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഓരോ രാജ്യത്തിന്റെയും വോട്ടിംഗ് ഡിസൈഡ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ IMF-ന്റെ ക്വാട്ട ആയിരിക്കും. ക്ലിയർ അല്ലേ? വാട്ട് ആർ ദി ഇന്റൻഷൻസ് ഒന്ന് ഫോക്കസ് ചെയ്യണം. വാട്ട് ആർ ദി ഇന്റൻഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് IMF? ഫസ്റ്റ് വൺ, പ്രൊമോട്ട് ഇന്റർനാഷണൽ മോണിറ്ററി കോപ്പറേഷൻ. രാജ്യങ്ങൾ തമ്മിലുള്ള മണി ട്രാൻസാക്ഷനെ സ്മൂത്ത് ആക്കുക. That is the first and foremost important objective of IMF, promoting international monetary cooperation. Second one,
ഫെസിലിറ്റേറ്റ് ദി എക്സ്പാൻഷൻ ആൻഡ് ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. കീവേഡ് മാത്രം ഫോക്കസ് ചെയ്യുക. പ്രൊമോട്ടിംഗ് മോണിറ്ററി കോപ്പറേഷൻ, പ്രൊമോട്ടിംഗ് ഇന്റർനാഷണൽ ട്രേഡ്, ഈ രണ്ട് പർപ്പസിനും വേണ്ടിയിട്ടാണ് ആരെ കൊണ്ടുവന്നിട്ടുള്ളത്? ക്ലിയർ ആണോ? എസ് ഡി ആറിന്റെ പർപ്പസ് ഇതല്ലേ? ഇന്റർനാഷണൽ ട്രേഡ് സ്മൂത്ത് ആക്കണം, രാജ്യങ്ങൾ തമ്മിലുള്ള മണി ട്രാൻസാക്ഷൻ സ്മൂത്ത് ആക്കണം. ഈ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി എസ് ഡി ആർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്ന് പറയുന്ന ഫോറിൻ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. തേർഡ് വൺ, പ്രൊമോട്ട് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. രാജ്യങ്ങൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്? എസ് ഡി ആറിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് വിൽ പ്രൊമോട്ട് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. Fourth one, assist in the establishment of multilateral system of payments. പല രാജ്യങ്ങൾ ഇപ്പൊ സ്വിഫ്റ്റ് പോലെയുള്ള മെക്കാനിസം നമ്മൾ പറഞ്ഞില്ലേ, രാജ്യങ്ങൾ തമ്മിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെസ്സേജിങ് സിസ്റ്റം. ഇപ്പൊ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? IMF ആണ്. ലാസ്റ്റ് വൺ, മേക്ക് റിസോഴ്സസ് അവൈലബിൾ ടു മെമ്പർ കൺട്രീസ് എക്സ്പീരിയൻസിങ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിഫിക്കൽട്ട്. ഏതെങ്കിലും ഒരു രാജ്യം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ ഫോറിൻ കറൻസി ഇല്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ആര് ഹെൽപ്പ് ചെയ്യും? IMF ഹെൽപ്പ് ചെയ്യും. IMF ലോൺസ് പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? എന്ത് കാര്യത്തിനാ? പ്രൊമോട്ടിംഗ് ഇന്റർനാഷണൽ ട്രേഡ്, പ്രൊമോട്ടിംഗ് മോണിറ്ററി കോപ്പറേഷൻ. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ച് ഇന്റൻഷൻസ് മാത്രം വായിക്കുക. IMFന്റെ ഒബ്ജക്റ്റീവ്സ് മാത്രം ഒന്ന് വായിക്കുക. IMF കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് എടുക്കാം കേട്ടോ. Monetary cooperation, international trade, exchange rate stability, creating multilateral system of payment, providing loans to members experiencing balance of payment crisis. Okay. India and IMF. ഇന്ത്യയും IMF തമ്മിലുള്ള ബന്ധം. ഇന്ത്യ ഈസ് എ ഫൗണ്ടിങ് മെമ്പർ. ഇന്ത്യ IMFന്റെ ഫൗണ്ടിങ് മെമ്പറാണ്, വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഫൗണ്ടിങ് മെമ്പറാണ്, UN ഫൗണ്ടിങ് മെമ്പറാണ്, UN മുന്നുണ്ടായിരുന്ന അതേപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഫൗണ്ടിങ് മെമ്പറാണ്. ഇതാണ് നമുക്ക് ചിലപ്പോൾ പ്രിലിമിനറിക്ക് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇന്ത്യ ഈസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് IMF and IMF is affiliated institution of UN, United Nations Office. And India's another connection, 2018 തൊട്ട് IMFന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആണ് ഗീത ഗോപിനാഥ്. ഷീ ഈസ് എൻ ഇന്ത്യൻ. ഓക്കെ അല്ലേ? ഗീത ഗോപിനാഥ് IMFല് പല പോളിസീസിനെ കുറിച്ചുള്ള ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് എക്കണോമി പേജിൽ വരും. ഒരു 1 വീക്ക് ബിഫോർ അത്തരത്തിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഗീത ഗോപിനാഥ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇന്ത്യസ് എക്കണോമി. ഷീ ഈസ് എ ചീഫ് എക്കണോമിസ്റ്റ് ഓഫ് IMF. ഓക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് എവിടെ ഉപയോഗിക്കാം? GS 1 വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സാമ്പിളുകളാണ് കേട്ടോ. IMFന്റെ ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നത്, IMFന്റെ പ്രധാനപ്പെട്ട ഫണ്ട് വരുന്നത് ഏത് സോഴ്സിൽ നിന്നാണ്? മെമ്പർ കൺട്രീസിന്റെ ക്വാട്ട എന്ന് പറയുന്ന പേയ്മെന്റിൽ നിന്നാണ്. ക്വാട്ട ഈസ് സിംപ്ലി മെമ്പർഷിപ്പ് ഫീസ് ഓഫ് IMF കൺട്രി അല്ലെ? ഈ ഓരോ രാജ്യത്തിന്റെയും ക്വാട്ട ഡിസൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല വേരിയബിൾസ് ആണ്. ഒന്ന് GDP ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കൺട്രി, ഹൗ മച്ച് ഓപ്പൺ ദാറ്റ് കൺട്രി. ഒരു കൺട്രിയുടെ ഓപ്പൺനെസ് ഏത് പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും മെഷർ ചെയ്യുക? ദി ലെവൽ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. കറക്റ്റ് അല്ലേ? ഒരു രാജ്യത്തിന്റെ ഓപ്പൺനെസ് ജനറലി മെഷർ ചെയ്യുന്നത് എന്താ? ഒരു രാജ്യം നല്ല രീതിയിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? ദാറ്റ് പർട്ടിക്കുലർ എക്കണോമി ഈസ് മോർ ഓപ്പൺ. ഓപ്പൺനെസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എക്കണോമി, ഇന്റർനാഷണൽ റിസർവ്. എക്കണോമിക് വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ GDP, GNP, പെർ ക്യാപിറ്റ ഇൻകം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അങ്ങനെ പല പല പാരാമീറ്റേഴ്സിനെ ജനറലി വിളിക്കുന്ന പേരാണ് എക്കണോമിക് വേരിയബിലിറ്റി. ഈ 4 പാരാമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഒരു IMFലെ ഒരു മെമ്പർ എത്ര പെർസെന്റേജ് പൈസയാണ് IMFലേക്ക് കൊടുക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യും, വിച്ച് ഈസ് കോൾഡ് ക്വാട്ട. ദി ലാർജസ്റ്റ് ക്വാട്ട ഈസ് പ്രൊവൈഡഡ് ബൈ USA. IMFന്റെ ലാർജസ്റ്റ് ക്വാട്ട ഹോൾഡർ എന്ന് പറയുന്നത് ആരാണ്? US ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിന് പുറമെ IMF എന്ത് ചെയ്യാറുണ്ട്? മാർക്കറ്റ് ബോറോയിങ്. IMF എന്ന് പറയുന്നത് ഒരു, ഇത് സ്ലൈഡിൽ ഇല്ല എന്ന് വിചാരിക്കണം. IMF എന്ന് പറയുന്നത് ഒരു AAA റേറ്റഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി കണ്ടോന്ന്, SAP, മൂഡീസ് എന്നൊക്കെ പറഞ്ഞ പല റേറ്റ് അല്ലെ? അതിൽ ഏറ്റവും ടോപ്പ് ലെവൽ റേറ്റിംഗ് ആണ് AAA റേറ്റിംഗ്. അപ്പൊ AAA റേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് എന്താ? ഹയർ
ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർ ബോണ്ട് ഇറക്കുമ്പോൾ ആ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ IMF-ന് വളരെ ചെറിയ റേറ്റിൽ എന്ത് കിട്ടും? ബോണ്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പൈസ മൊബിലൈസ് ചെയ്യാൻ പറ്റും. അത് അവർ മെമ്പർ കൺട്രീസിന് കൊടുക്കുമ്പോൾ ലോവർ ഇൻട്രസ്റ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇതേ ടെക്നിക്ക് ആരും ഉപയോഗിക്കാറുണ്ട്? വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്സും ഉപയോഗിക്കാറുണ്ട്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പും IMF-ഉം AAA റേറ്റഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവര് മെമ്പർഷിപ്പിന് പുറമെ അവർ എന്തും ചെയ്യാറുണ്ട്? മാർക്കറ്റ് ബോറോയിങ് എന്ന് പറയുമ്പോൾ ലോ ഇൻട്രസ്റ്റിലാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ഫൈനാൻസ് മൊബിലൈസ് ചെയ്യുന്നത്. അപ്പൊ അവര് മെമ്പർ കൺട്രീസിനും ലോ ഇൻട്രസ്റ്റിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി ഈ ക്വാട്ടയെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ 3-4 ഫാക്ടേഴ്സ് നോക്കാം. ക്വാട്ട എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് IMF. എന്തിനാണ്? ഒന്ന്, റിസോഴ്സ് കോൺട്രിബ്യൂഷൻ. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് റിസോഴ്സ് കോൺട്രിബ്യൂഷൻ. ഓരോ മെമ്പർ കൺട്രിയും IMF-ലേക്ക് എത്ര റിസോഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ക്വാട്ട. ഓക്കെ അല്ലെ? സെക്കൻഡ് വൺ, the voting power of each country in IMF is decided by its quota. എത്രയാണ് ഒരു രാജ്യത്തിന്റെ ക്വാട്ട? മോസ്റ്റ്ലി അത് തന്നെയായിരിക്കും ആ രാജ്യത്തിന്റെ വോട്ടിംഗ് പവർ എന്ന് പറയുന്നത്. ടോട്ടൽ 100% അല്ലെങ്കിൽ 100 വോട്ടാണ് IMF-നുള്ളതെങ്കിൽ ഓരോ രാജ്യത്തിനും എത്ര വോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ വോട്ട് എന്ന് പറയുമ്പോൾ അതിന് 2 പാർട്ട് ഉണ്ടാവും കേട്ടോ. നോക്കിയേ, വോട്ട് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യത്തിന്റെ വോട്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് പറയുന്നുള്ളൂ. ബേസിക് വോട്ടും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഓരോ SDR 1 lakhന് ഇക്വാലന്റ് ആയിട്ട് അഡീഷണൽ വോട്ടും ഉണ്ടായിരിക്കും. ബേസിക് വോട്ട് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യത്തിനും സെയിം ആയിരിക്കും. അഡീഷണൽ വോട്ട് എന്ന് പറയുന്നത് ക്വാട്ടയെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ രാജ്യത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന SDR-നെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ 1 lakh SDR-ന് ഒരു അഡീഷണൽ വോട്ട് എന്നാണ് കണക്ക്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, ദിസ് ക്വാട്ട ഈസ് ഓൾസോ ഡിപ്പെൻഡന്റ് ഓൺ വോട്ടിംഗ് ഓഫ് ഈച്ച് മെമ്പർ കൺട്രീസ്. നെക്സ്റ്റ് വൺ, ആക്സസ് ടു ഫൈനാൻസസ്. ഫൈനാൻസസിന് വേണ്ടി അവർ എന്ത് ചെയ്യും? ക്വാട്ടയും യൂസ് ചെയ്യും, മാർക്കറ്റ് ബോറോയിങ്ങും യൂസ് ചെയ്യും. ഈ ക്വാട്ട ഉപയോഗിച്ചിട്ടാണ് ഓരോ മെമ്പർ കൺട്രീസിനും എന്ത് അലോട്ട് ചെയ്യുന്നത്? SDRs അലോട്ട് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് ആണ്. ഓക്കെ അല്ല? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എടുത്തു കേട്ടോ ഞാൻ ഓൾറെഡി. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റിന്റെ വെയിറ്റേജ് ഇല്ല കൊടുത്തിട്ടുള്ള, ഒന്ന് നോക്കി മനസ്സിലാക്കിയ ഈ കോളം മാത്രം നോക്കിയാൽ മതി. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു 5 ഇന്റർനാഷണൽ കറൻസി ഉപയോഗിച്ചിട്ടായിരുന്നു പറഞ്ഞു അല്ലെ. 5 ബാസ്കറ്റ് ഓഫ് കറൻസീസ് ഉപയോഗിച്ചിട്ടാണ് SDR-ന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ SDR എന്ന് പറയുന്ന കറൻസി അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്, കറൻസി അല്ല കേട്ടോ, കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1969-ലാണ്. അതിൽ 5 പ്രധാനപ്പെട്ട കറൻസിയുള്ള അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ചൈനീസ് യുവാൻ ആണ്. വർഷങ്ങൾക്ക് മുന്നേ അതിൽ എന്തുണ്ട്? ഡോളറും യൂറോയും യെന്നും പൗണ്ട് സ്റ്റെർലിംഗും ഉണ്ട്. വെരി റീസെന്റ് ആഡ് ചെയ്തിട്ടുള്ള കറൻസിയാണ് ചൈനീസ് യുവാൻ. ഓരോന്നിന്റെയും വെയിറ്റേജ് നോക്കിയും, US ഡോളർ അറൌണ്ട് 42%, യൂറോ അറൌണ്ട് 31%, ചൈനീസ് യുവാൻ അറൌണ്ട് 11%, ജാപ്പനീസ് യെന്നും പൗണ്ട് സ്റ്റെർലിംഗും ആൾമോസ്റ്റ് 8%. ക്ലിയർ അല്ലേ? 5 കറൻസിയുടെ വാല്യൂ ഉപയോഗിച്ചിട്ടാണ് SDR-ന്റെ വാല്യൂ അല്ലെങ്കിൽ SDR-ന്റെ ഒരു യൂണിറ്റിന്റെ വാല്യൂ IMF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നൗ വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് റിപ്പോർട്ട്സ് പബ്ലിഷ്ഡ് ബൈ IMF? റിസർവ് ട്രാൻഷി നമ്മൾ എടുത്തതാണ് കേട്ടോ. IMF പബ്ലിഷ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഇതൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ PYQs അല്ലെങ്കിൽ പ്രിലിമിനറിയുടെ PYQ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മിക്കവാറും വർഷം ഒരു ചോദ്യം എങ്ങനെയുണ്ടാവും? ഒരു റിപ്പോർട്ട് കൊടുക്കും, ഏതാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് ABCD എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം മിക്കവാറും വർഷങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ IMF പബ്ലിഷ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ്. ഒന്ന്, വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. ഒരു വർഷത്തിൽ 2 തവണ പബ്ലിഷ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ട്വൈസ് എ ഇയർ. ആ കാലയളവും കൂടി വേണം കേട്ടോ. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിനെ കുറിച്ചാണെങ്കിൽ അവർ എന്ത് ചോദിക്കാം? മേ ബി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാം, IMF പബ്ലിഷസ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് വൺസ് ഇൻ എൻ എവരി ഇയർ, അല്ലെങ്കിൽ ഇറ്റ് പബ്ലിഷസ് വേൾഡ് എക്കണോമിക് ലുക്ക് വൺസ് ഇൻ എവരി 2 ഇയർ. അങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് തരും, തെറ്റിപ്പോരുത്. ഒരു വർഷം 2 തവണയാണ് പബ്ലിഷ് ചെയ്യുന്നത്, ട്വൈസ് ഇൻ എ ഇയർ. സെക്കൻഡ് പബ്ലിക്കേഷൻ, ഗ്ലോബൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. ഈ ഓരോ വർഷവും 2 തവണ വെച്ച് പബ്ലിഷ് ചെയ്യാന്ന് പറയുമ്പോൾ IMF ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ എന്താണുള്ളത്? വേൾഡ് എക്കണോമിയുടെ മൊത്തത്തിലുള്ള ഗ്രോത്ത് പെർസ്പെക്റ്റീവ്,
അതേപോലെ തന്നെ അതിൽ ഇന്ത്യനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ഷൻസ് ഉണ്ടാവും. ഇന്ത്യയിലെ എങ്ങനെയാണ് എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ സാധ്യത, GDP ഗ്രോത്ത് എങ്ങനെയാണ് സാധ്യത, വേൾഡ് എക്കണോമിനെ ബാധിക്കുന്ന പ്രോബ്ലംസ് എന്തെല്ലാമാണ്, കറന്റ് സിറ്റുവേഷൻസ്, സൊല്യൂഷൻസ്, അങ്ങനെയുള്ള IMFന്റെ ഒരു അനാലിസിസ് പാർട്ടാണ് ഈ രണ്ട് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുക. ഈ റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് എവിടെ ഉപയോഗിക്കാം? GS3 എക്കണോമിയിൽ ഉപയോഗിക്കാം. എല്ലാം പഠിക്കുന്നില്ല. ഈ റിപ്പോർട്ടിൽ നിന്ന് ഇന്ത്യയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പറിലോ അതേപോലെ തന്നെ കറന്റ് അഫയേഴ്സ് ഡോക്യുമെന്റിലൊക്കെ ഉണ്ടാവും. അത് മാത്രം നിങ്ങൾ എടുത്ത് പഠിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഈ ഓരോ ഡോക്യുമെന്റ് എടുത്താൽ ഇതൊക്കെ 100, 120, 200 പേജ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് നടക്കല്ല. അതിന്റെ ജിസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമുക്ക് അവൈലബിൾ ആവും. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ GS3 പേപ്പേഴ്സ്. ഓക്കെ അല്ലേ? സോ അവർ ഡിസ്കഷൻ റിഗാർഡിംഗ് IMF ഈസ് ഓവർ. ഇന്ത്യയുടെ കാര്യങ്ങൾ കേട്ടോ. ഇന്ത്യ എന്ന് പറയുന്നത് ഫൗണ്ടിങ് മെമ്പർ ആണ്. 13th ലാർജസ്റ്റ് ക്വാട്ട ഹോൾഡർ ആണ്. IMFല് ക്വാട്ട ഹോൾഡ് ചെയ്യുന്നതിൽ 13ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയും, ഈ വാല്യൂ ഒന്നും പഠിക്കേണ്ട കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കാം. ഇന്ത്യയുടെ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് 2.64% ആണ്. ഇന്ത്യ IMFൽ നിന്ന് ഒരു തവണ, വേൾഡ് ബാങ്കിൽ നിന്ന് പലതവണ ലോൺ എടുത്തിട്ടുണ്ട്. IMFൽ നിന്ന് ഒരേ ഒരു തവണയാണ് ലോൺ എടുത്തിട്ടുള്ളത്, 1991. ഇന്ത്യയില് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഉണ്ടായിരുന്നു 1991. അപ്പോഴാണ് IMFൽ നിന്ന് ആദ്യവും അവസാനമായി ലോൺ എടുത്തിട്ടുള്ളത്. IMFന്റെ ആ ലോണ് കാരണമാണ് ഇന്ത്യ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? LPG റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ആഫ്റ്റർ ബ്രേക്ക് വി വിൽ കം അപ്പ് വിത്ത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്സ്. ഒരു 5 ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. അത് നമ്മൾ എടുക്കൂടാ. ഓക്കെ, ഇതിലൊന്നും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് വായിച്ചു പോകാനുള്ളൂ കേട്ടോ. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കാം, മെയിൻസിന്റെ ക്ലാസ്സും അത് തന്നെയാണ് ഒരു നേച്ചർ. മെയിൻസിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രോബ്ലം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും, ആ പ്രോബ്ലത്തിന്റെ ഒരു ഡിസ്കഷൻ കൊണ്ടുവരും, പ്രോബ്ലത്തിന്റെ ചാലഞ്ചസ്, സൊല്യൂഷൻ, ഗവൺമെന്റ് സ്കീം, കൺക്ലൂഷൻ, ഒരു മെയിൻസ് ആൻസർ. ഇതാണ് ഒരു ജനറൽ ഒരു മെയിൻസ് ടോപ്പിക്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും മെയിൻസിലില്ല, കുറെ കണ്ടന്റുകൾ പഠിക്കാന്ന് മാത്രമാണ്. പ്രിലിമിനറിക്കാണ് കുറെ പുതിയ കൺസെപ്റ്റ്. നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ പല പ്രോബ്ലവും സിറ്റുവേഷനും സൊല്യൂഷനായിട്ടും മെയിൻസിൽ ഡിസ്കസ് ചെയ്യും. പ്രധാനമായിട്ട് കൺസെപ്റ്റ് വൈസ് കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. മെയിൻസിൽ കുറെ പഠിക്കാനാണ്. ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10 പോയിന്റ് പഠിക്കാൻ തരും, ഒറിജിനൽ പേപ്പറിൽ എഴുതുമ്പോൾ 4 പോയിന്റ് എഴുതിയാൽ മതിയാവും. അതിനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. 10 പഠിപ്പിക്കുന്നത് 4എങ്കിലും ഓർമ്മ വരാനാണ് കേട്ടോ. 4 അതിന്റെ എക്സാമ്പിള്, സൊല്യൂഷൻ, കാര്യങ്ങളൊക്കെ എഴുതാം. അതാണ് അതിന്റെ ഒരു രീതി. ബ്രേക്ക് എടുക്കാണ്. സർ, ചില ഡൗട്ട്സ് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സർ, ഈ SDRന്റെ വാല്യൂ 5 കറൻസി ഒരു ടേബിൾ കാണിച്ചല്ലോ, അതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു വാല്യൂ എന്ന രീതിയിലാണോ വരുന്നത്? അല്ല, അതെല്ലാം കൂടി കൂട്ട എന്നല്ല അതിന്റെ മീനിങ്. ഓരോ കറൻസിക്ക് അതിന്റെ ഒരു വെയിറ്റേജ് ഉണ്ട് അല്ലെ. ഡോളറിന് 40, ചൈനീസ് യുവാൻ 30. അപ്പൊ ഓരോ കറൻസിയുടെ വെയിറ്റേജും ആ കറൻസിയുടെ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അല്ലെങ്കിൽ ആ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് എത്ര, അതിന്റെ വെയിറ്റേജ് എത്ര, അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. പിന്നെ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ഈയിടെയായിട്ട് ഇന്ത്യ കൂട്ടിക്കൊണ്ട് വരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഈ ഒരു ഈസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് പോലെ സംഭവിക്കാനുള്ള ചാൻസ് ഇല്ലേ? ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. എന്താ കാരണം? ഇന്ത്യ ഒരിക്കലും ഫുള്ളി കൺവെർട്ടിബിൾ ആക്കില്ല. ഇന്ത്യ ചെയ്യുന്നത് എന്താ? റെസ്ട്രിക്ഷൻസ് കുറയ്ക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഫുൾ കൺവെർട്ടിബിൾ എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യ അടുത്ത കാലത്തൊന്നും ചെയ്യില്ല. ഫുൾ കൺവെർട്ടിബിൾ ആക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഈസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് വരാതിരിക്കാനുള്ള എന്തേലും മെഷേഴ്സ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുള്ളൂ. ഈസ്റ്റ് ഏഷ്യയിൽ സംഭവിച്ച കാര്യം, അവർ പ്രത്യേകിച്ച് യാതൊരു റെസ്ട്രിക്ഷൻ വെക്കാതെയാണ് അവർ എന്ത് ചെയ്തത്? ഫുള്ളി കൺവെർട്ടിബിൾ ആക്കിയത്. മനസ്സിലായോ? നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചാണ് നമ്മൾ പാരലൽ എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ആക്കുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക് റൂട്ട് പ്രൊവൈഡ് ചെയ്ത സമയത്ത് തന്നെ എന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് റൂട്ടും ഉണ്ട്. ഗവൺമെന്റ് റൂട്ട് ഈസ് എ റെസ്ട്രിക്ഷൻ, ഓട്ടോമാറ്റിക് റൂട്ട് ഈസ് എ ഈസിനെസ് അല്ലേ? അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്യില്ല കേട്ടോ. ഓക്കെ. ഇപ്പം ഇന്ത്യൻ എക്കണോമിയുടെ ഇതൊരു സ്ലോ ഡൗൺ എന്ന ആണോ ജനറലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? ഞാനതിൽ ഒപ്പീനിയൻ
ഇല്ല മോളെ, അത് ഫിനാൻസ് മിനിസ്റ്റർ പറയണം. ഞാനിപ്പോ സ്ലോ ഓ ഡൗൺ എന്ന് അല്ലാണ്ട് പറഞ്ഞാൽ ഓക്കെ ഓക്കെ നമുക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലായി. പറയുന്ന കാര്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിരിക്കും. നമുക്ക് അത്രയ്ക്ക് ഐഡിയ ഒന്നും ഇല്ല മോളെ. നമുക്ക് ഗവൺമെന്റിനാണ് കൂടുതൽ ആക്സസിബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഉള്ളത്. അപ്പൊ ഓക്കെ അവരാണ് എന്ത് ബഡ്ജറ്റ് പറയട്ടെ. വൈസ് റിപ്പോർട്ട്. അതെ അതെ. ഓക്കെ ഓക്കെ അത് നമുക്ക് നോക്കാം. ആകെ അറിയാവുന്ന ഡേറ്റ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിൽ കാണുന്ന വളരെ ലിമിറ്റഡ് ഡേറ്റ അല്ലേ. അതെ ഗവൺമെന്റ് അതെ. ഒഫീഷ്യൽ പറഞ്ഞാലാണ്, അല്ലെങ്കിൽ RBI പറഞ്ഞാലാണ് നമുക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ ഈ പിന്നെ ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പറഞ്ഞപ്പോ UAEയും ഇന്ത്യയും ചില ഐറ്റംസ് സെർട്ടൈൻ ഐറ്റംസിന് ഒരു ടാക്സ് ബാരിയർ അല്ല ട്രേഡ് ബാരിയർ ഇല്ലാണ്ടാക്കുന്നു എന്നുള്ളതല്ലേ അതെ അതെ. പറഞ്ഞത്? അല്ലാതെ ഓക്കെ അത് എല്ലാ ഒരേ ഐറ്റംസും ഇൻക്ലൂഡഡ് ആവില്ല. നമ്മൾ അതിനെ ഇല്ല. വിളിക്കും പോസിറ്റീവ് ലിസ്റ്റ് എന്ന് പേര് വിളിക്കും. എന്തെന്ന് പേര് വിളിക്കുക? പോസിറ്റീവ് ലിസ്റ്റ്. പോസിറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ എഗ്രിമെന്റ് പറയുമ്പോൾ XYZ ABC എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ എഴുതി ചേർക്കും. ആ എഴുതി ചേർക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ട്രേഡ് കൺസെഷൻ ഉണ്ടാവുള്ളൂ. ബാക്കി എന്തേലും എക്സ്പോർട്ട് ചെയ്താലും ഇമ്പോർട്ട് ചെയ്താലും ട്രേഡ് കൺസെഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ അല്ലേ? ഓക്കെ പിന്നെ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് പറഞ്ഞപ്പോ നമ്മൾ എപ്പോഴും ഈ ഡോളർ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നതിനെക്കാട്ടും ഈ ഫോറിൻ കറൻസി ഔട്ട്ഫ്ലോ ആൻസർ എഴുതുമ്പോൾ അങ്ങനെ എഴുതുന്നതല്ലേ കുറച്ചുകൂടി അത് സേഫ്? മതി, ഒരു ബുദ്ധിമുട്ടുമില്ല. ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഫോറിൻ കറൻസി എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് അതെ ഡോളർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. യു ക്യാൻ യൂസ് ഫോറിൻ കറൻസി, ദർ ഇസ് നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ അല്ലേ? പിന്നെ ഒരു ചെറിയൊരു ഡൗട്ട്, അതായത് ഇപ്പം ചോദിച്ചോളൂ. നോസ്ട്രോ വോസ്ട്രോ അക്കൗണ്ട് അത് നമ്മളിപ്പം ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി അല്ലെങ്കിൽ അത് റുപ്പി പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് എന്നെഴുതുന്നത് തെറ്റില്ലല്ലോ? തെറ്റല്ല, അത് എഴുതുന്നത് ശരി തന്നെയാണ് കേട്ടോ. നോസ്ട്രോ ആൻഡ് ഓക്കെ വോസ്ട്രോ ആർ പാർട്ട് ഓഫ് ഇന്ത്യസ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. വളരെ റുപ്പി. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ ക്ലിയർ ആണ് സാർ, താങ്ക് യു. ഓക്കെ കേട്ടോ, താങ്ക് യു.